ഇനി നമുക്ക് മറ്റൊരു ഇടത്തേക്ക് പോയാൽ മൂന്നാറിലേക്ക്. ഈ മൂന്നാറിലേക്ക് യാത്ര ചെയ്തവർ ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള യാത്രാ ദുരിതം നേരിട്ട് അനുഭവിച്ചവരായിരിക്കും. എന്നാൽ കഴിഞ്ഞ 6 മാസമായി നിർമ്മാണ നിരോധനത്തിന്റെ ദുരിതം പേറുകയാണ് ഇടുക്കിയുടെ മലയോര മേഖല. 14 കിലോമീറ്റർ വനഭൂമിയാണെന്ന തെറ്റായ സത്യവാങ്മൂലം സർക്കാർ തിരുത്തിയെങ്കിലും നിരോധനം നീക്കിയുള്ള ഉത്തരവ് ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. രാഹുൽ സുരേഷ് അവിടെ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം, ആളുകളെ കേൾക്കാം. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85 നേര്യമംഗലം വരെ അതിവിശാലമായ റോഡാണ്. ആവശ്യത്തിന് വീതിയും തിളങ്ങുന്ന പോലെയുള്ള റോഡും. പക്ഷേ എനിക്ക് പിന്നിൽ കാണുന്ന നേര്യമംഗലം പാലം കടന്നാൽ അതിദാരുണവും അതിദയനീയവുമാണ് റോഡിന്റെ അവസ്ഥ. എന്താണ് റോഡിന്റെ അവസ്ഥയെന്ന് നമ്മൾ നേരിട്ട് പരിശോധിക്കുകയാണ്. സുഗമമായാണ് ദേശീയപാത 85ന്റെ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് വാളറ മുതൽ നേര്യമംഗലം വരെയുള്ള 14 കിലോമീറ്റർ വനഭൂമിയാണെന്നും നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJP നേതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാർ തെറ്റായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചതോടെ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തി. ഇതിന്റെ ഫലമായി കഴിഞ്ഞ 6 മാസമായി ഈ കാണുന്ന പാതയിൽ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മിക്കവാറും എല്ലാ ശനി ഞായറും തൊട്ട് മുമ്പിൽ നിങ്ങൾ കടന്നു പോകുന്ന നേര്യമംഗലം പാലത്തിൽ മണിക്കൂറുകളുടെ ട്രാഫിക്കുള്ള എല്ലാ ശനി ഞായറും വൈകിട്ട് മണിക്കൂറുകളുടെ ട്രാഫിക് കടന്നിട്ടാണ് ഞങ്ങളിതിൽ യാത്ര ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. 2 വീലർ യാത്രക്കാർക്കൊന്നും ഒരിക്കലും വണ്ടി കൊണ്ട് പോകാൻ കഴിയാത്ത അത്ര ഗുരുതരാവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത്. റോഡ് രക്ഷയില്ല, വണ്ടി ഓടിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ഹൈവേ സംരക്ഷണ സമിതി ഉണ്ടെന്ന് പറയണ അല്ലാതെ ഒരു ബ്ലോക്ക് ചെയ്യാൻ ഒന്നിനും തയ്യാറില്ല. അടിമാലി മൂന്നാർ ഉൾപ്പെടുന്ന മലയോര മേഖലയ്ക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള പ്രധാന പാതയാണിത്. നിർമ്മാണം നിർത്തിവെച്ചതോടെ ഈ പാത ഗതാഗത യോഗ്യമല്ലാതായി തീർന്നു. അപകടാവസ്ഥയിൽ നിരവധി കുഴികളും മരങ്ങളും മൺതിട്ടയും നിലകൊള്ളുകയുമാണ്. രോഗികളുമായി താഴേക്ക് പോകുന്ന ആംബുലൻസുകൾ ഗതാഗത കുരുക്കിൽപ്പെടുന്നതും വിനോദസഞ്ചാരികൾ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങുന്നതും നിത്യസംഭവമായി മാറുന്നു. റോഡ് മുഴുവൻ തകർന്നിരിക്കുകയാണ്. ഈ റോഡിൽ ഇപ്പോൾ ആംബുലൻസുകൾ പോലും മണിക്കൂറുകൾ അവിടെ വെയിറ്റ് ചെയ്ത് രോഗികൾ അപായപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. അതായത് റോഡ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. ശനി ഞായർ ദിവസങ്ങളിലൊന്നും ഇതിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത നിലയിൽ അത്ര ഭീകരമായ ട്രാഫിക് ബ്ലോക്കുകളാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് അനാസ്ഥയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതെ, ഇനി വരുന്ന 14-ാം തീയതി അടിമാലി ടൗണിൽ ഒരു സത്യാഗ്രഹ സമരമാണ് നമ്മൾ ഈ ജനകീയ സമിതി അല്ലെങ്കിൽ NHന്റെ സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. 2,000 പേരുകൾ പങ്കെടുക്കുന്ന അടിമാലി ടൗണിലെ സെൻട്രൽ ജംഗ്ഷനിലായിരിക്കും ഈ ജനസാഗരത്തിന്റെ സമരം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 24-ന് നിർമ്മാണ നിരോധനം നീക്കി നിർമ്മാണം പുനരാരംഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഇതിൽ പഠനം നടത്തി റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഉത്തരവിൽ പുതിയ ഉത്തരവ് പുറത്തിറക്കാൻ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. ചുരുക്കിൽ പറഞ്ഞാൽ മലയോര ജനതയുടെ യാത്രാ ദുരിതം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. മലയോര ജനതയുടെ യാത്രാ ദുരിതത്തിന് ഇനിയെങ്കിലും അറുതി വേണ്ടേ സർക്കാരെ? വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ, ഇടുക്കി.